ഓക്കെ, അപ്പം ഡ്രൈവോ? ബ്രോയുടെ പേര് അമിത്. ഓക്കെ, ബാ. $43.96. ഇത് വൺ വേ ഇങ്ങോട്ട്? 2 വേ ആണ് ആക്ച്വലി, ബട്ട് ഇങ്ങനത്തെ തിരക്കുള്ള സമയത്ത് സൈഡിലേക്ക് പോകത്തുള്ളൂ. വേറെ സർവീസ് റോഡല്ലേ. പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇന്ന് സാറ്റർഡേ ആയിട്ടാണ്. ഓക്കെ, ഓട്ടോ ഹോൾഡ് ഉണ്ടല്ലേ? ഓട്ടോ ഹോൾഡ്. സെൻസേഴ്സിൻ്റെ ഫ്രണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട്, റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട്. പാർക്ക് പൈലറ്റ് അതോ? ഇലക്ട്രിക് സീറ്റ് അല്ലേ? അത് ഇലക്ട്രിക് ആണോ? അല്ല, ഡ്രൈവർ സൈഡ് മാത്രമേ ഇലക്ട്രിക് സീറ്റ്സ് വരുന്നുള്ളൂ. കോ ഡ്രൈവർ വരത്തില്ല ഇലക്ട്രിക് സീറ്റ്സ്. ഇലക്ട്രിക് വെന്റിലേറ്റർ ആയിരിക്കും സീറ്റ്സ് വരുന്നത്. വെന്റിലേഷന്റെ സ്വിച്ചസ് ഇതായിരിക്കും വെന്റിലേറ്റർ സ്വിച്ച്. ഈ 2 സീറ്റ്സിന്റെ സ്വിച്ചസ് ആയിരിക്കും വരുന്നത്. ബട്ട് ഇത് ഹീറ്റ് വെന്റിലേഷൻ ആയിരിക്കും വരുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് ജർമ്മൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, ഇന്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് നമുക്ക് അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, DSC അല്ലേ? DSC 7 സ്പീഡ് DSC ആണ് വരുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി 2 ലിറ്റർ ആണ്. 2 ലിറ്റർ ടർബോ ആയിരിക്കും വണ്ടി വരുന്നത്. 7 സ്പീഡ് DSCയിലായിരിക്കും വരുന്നത്. അറൗണ്ട് 187 bhp പവർ വരുന്നുണ്ട്. 4200 തൊട്ട് 6000 RPM വരെ ആയിരിക്കും വരുന്നത്. ഓക്കെ,
വ്യത്യാസം അറിയാൻ പറ്റും. സ്റ്റെബിലിറ്റി വൈസ് ആണെങ്കിലും ഭയങ്കര പക്കയായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഓടിക്കുന്ന വേരിയന്റ് ഏതാണ്? ഇത് എലഗൻസ് എന്ന് പറയുന്ന വേരിയന്റ് 5 സീറ്റർ മോഡലാണ്. ടിഗ്വാന്റെ 2 ലിറ്ററിന്റെ എലഗൻസ്. ഈ ഒറ്റ വേരിയന്റ് ഒറ്റ വേരിയന്റേ ഉള്ളൂ. നമുക്ക് നേരത്തെ ഓൾ സ്പേസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ടായിരുന്നു, 7 സീറ്റർ മോഡലായിരുന്നു. ഇപ്പൊ അത് അവര് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ എലഗൻസ് മാത്രമേ ഉള്ളൂ. ശരി. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ ഓൾമോസ്റ്റ് 35 റേഞ്ച് ആയിരിക്കും എക്സ്ഷോറൂം വരുന്നത്. ഓൾമോസ്റ്റ് ഓൺ റോഡിൽ വരുമ്പോൾ ഒരു 44 റേഞ്ചിലേക്ക് പോകും. നമുക്കിപ്പം എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് 1 ലക്ഷം രൂപയോളം. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫർ 1 ലക്ഷം രൂപയോളം. ഓൺ റോഡ് സ്കീംസ് ഒക്കെ ഇതാണ്. ഓൺ റോഡ് വരുമ്പോൾ ഒരു 42. ഡ്രൈവ് മോഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? ഓൾ വീൽ ഡ്രൈവ് ആണ് വണ്ടി. ബേസിക്കലി നമുക്ക് ഓരോ സർഫസ് അനുസരിച്ച് ഒരു ടെറൈൻ്റെ മോഡ്സ് ആണ് വരുന്നത്. സ്പോർട്ട് എക്കോ നോർമൽ അത് എനിക്ക് ഡ്രൈവ് മോഡ്സ് അത് ടെറൈൻ മോഡ്സ് ആണ് ബേസിക്കലി. ഓരോ റോഡ് അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. നോർമൽ മോഡിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്ക് നോർമൽ ഡ്രൈവ് ഇപ്പൊ സ്പോർട്സിനാണ് കിടക്കുന്നത്. S4 മീൻസ് സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത്. ഡ്രൈവിലേക്ക് ആണെങ്കിൽ ജസ്റ്റ് ബാക്കിലേക്ക് വരുന്നതാണ്. D5 നോർമൽ ഡ്രൈവ് ആണ് കിടക്കുന്നത്. കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും സ്പോർട്സ് മോഡിലേക്ക് വരുന്നത്. ഡ്രൈവ് മോഡിൽ തന്നെ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. സ്പോർട്സ് മോഡ് ബേസിക്കലി ഫോക്സ് വാഗൺ വണ്ടിക്ക് എന്താന്ന് പറഞ്ഞാൽ സഡൻ ഓവർടേക്കിംഗ് വേണ്ടിയിട്ടാണ്. റെവ്സ് ഹോൾഡ് ചെയ്യാൻ തോന്നില്ല ഓരോ ഗിയേഴ്സ്. ഇമ്മീഡിയറ്റ് ഓവർടേക്കിംഗ്സ് വരും. നമ്മൾ 3 സെക്കൻഡ്സിനുള്ളിൽ കയറി പോകും. ആ മൊമെന്റിൽ നമ്മൾ സ്പോർട്സിൽ കയറി പോകും. എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ? ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആണ് ടിഗോന്റെ ഏറ്റവും വലിയ ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ കംഫർട്ട്. ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണാം കംഫർട്ട്. അതായത് എറൗണ്ട് 2-3 പ്രാവശ്യം വണ്ടിയിലേക്ക് കയറി വണ്ടി. അപ്പോൾ പോലും വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഭയങ്കര വണ്ടി അനങ്ങില്ല, വണ്ടി വെട്ടിപ്പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അത്ര സ്റ്റേബിൾ ആണ് കാറ്. ആ ഒരു പവർ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഫണ്ട് ഡ്രൈവ് ആണ് എക്സാക്ട്ലി. കോമ്പറ്റീഷൻ മോഡൽസ് വരുമ്പോൾ ഫോർച്യൂണറുമായിട്ടൊക്കെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അതൊക്കെ 4 വീൽ ഡ്രൈവ് ആയിരിക്കും. ഇത് പക്ഷേ ഓൾ വീൽ ഡ്രൈവ് ആണല്ലേ. പക്ഷേ കംഫർട്ടിന്റെ കാര്യത്തിൽ അതിനും ഒരു 2 പടി മുകളിലാണ്.
ഒരു മൈലേജ് ഫിഗേഴ്സ് ഒക്കെ എന്ത് ഒരു 12.65 ഒക്കെയാണ് ക്ലെയിംഡ് മൈലേജ്. ARAI ക്ലെയിംഡ് വരുന്നത് 12.65 ആണ്. 2 ലിറ്റർ ടർബോ അത്ര പവറിന് അതെ. ദാറ്റ്സ് ഡീസന്റ് ഇനഫ്. 44 lakhs കൊടുക്കുന്ന ഒരാളങ്ങനെ മൈലേജ് നോക്കി ചോദിക്കില്ല. അത് ശരിയാണ്. ലോഞ്ച് ചെയ്ത് നോക്കട്ടെ. ഓഡിയോ സിസ്റ്റം ആണ്.